വാട്സപ്പ് ആവശ്യങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ മൂന്നാർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് എനിക്ക് നോക്കേണ്ടി വരും. ഞാൻ വന്ന സമയത്ത് ഫുള്ളി ഇരുട്ടായിരുന്നു, അവിടെ ഒന്നും കണ്ടില്ല. റൂമൊക്കെ വെക്കിയിട്ട് ഇത് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ഫുള്ളും മലയായിരുന്നല്ലേ, ഞാൻ രാവിലെ കണ്ട പോലും ഇല്ല. ഞാൻ വെറുതെ ഒരു മല ഇതും ഇല്ലാതെ വെറുതെ ഇറങ്ങി വന്നു. എനിക്ക് ചൂടടിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ. എനിക്ക് ആലപ്പുഴയിലൊക്കെ ഒടുക്കുക ചൂട് കാരണം വന്ന ഞാൻ മൂന്നാറിലോട്ട് പട്ടിക്കാട്ടി കൂടി കയറി വന്നു. അത് വേറെ കാര്യം. ഞാനിവിടെ വരെ എത്തുന്നതല്ല ഭാഗ്യം എന്ന് പറയണം. ഇതെല്ലാം തേയിലയുടെ തോട്ടമാണോ അല്ലെങ്കിൽ പച്ച കളറാണ്? തേയില തന്നെ ആയിരുന്നാ എനിക്കറിയില്ല, ആണെന്ന് തോന്നുന്നു. അത് തന്നെ ആയിരിക്കും. അല്ല അതിനെന്താണ്. ഇപ്പോൾ ഏറ്റവും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നല്ല കട കണ്ടുപിടിച്ചിട്ട് ഞാൻ കുറച്ചേറെ ആഹാരം കഴിക്കട്ടെ, പിന്നെ നമുക്ക് ഇവിടെ കറങ്ങി നടക്കാം. അപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. നിങ്ങൾക്ക് കഴിക്കാനല്ല, ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് തിന്നോളാം, കുഴപ്പമില്ല. ഇവിടെ ഈ സമയത്ത് ചിക്കനെ കിട്ടുമോ? അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 അപ്പവും 2 മുട്ടയും. അല്ല 2 അപ്പം അല്ല 3 അപ്പം ഉണ്ടെന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ചിക്കനും ഇതൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു, ചിക്കനും ബീഫൊക്കെ. പക്ഷേ ഈ സമയത്ത് 1 മണിയൊക്കെ ആക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് അപ്പവും മുട്ടയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ മൂന്നാറിൽ എവിടെയാണെന്നും എനിക്കറിയില്ല, എന്നാലും ഭൂമി ഉണ്ടതല്ലേ, നമുക്ക് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും കാണുമായിരിക്കും. ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇനി എന്തായാലും ഇവിടെ ട്രെക്കിങ്ങും പിന്നെ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്നാലും നമുക്ക് കുറച്ച് മുമ്പിലോട്ട് പോകാം. ഇവിടെ അങ്ങനെ നമ്മൾ ഈ മലയുടെ പൊക്കത്തൊന്നും വന്ന് വലയായിട്ടൊന്നും ഇല്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഒന്നും പ്ലാൻ ഇല്ലാതെ ആദ്യമായിട്ട് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടം അറിയാം. കൊള്ളാം. ചേട്ടൻ ഇവിടെ ക്യാരറ്റ് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരറ്റ് മേടിച്ചേക്കാം. ഇത്ര കുറച്ചേറെ കളറുണ്ട് ഇവിടെ. ക്യാരറ്റ് എങ്ങനെ? UP എടുക്കുക? ഗൂഗിൾ പേ ഇല്ലേ? വോയിസ് എൻ്റെ കയ്യിൽ ചേഞ്ച് ഒന്നും ഇല്ല. എന്ത് ചെയ്യാനാ, ക്യാരറ്റ് ഗൂഗിൾ പേ കിട്ടത്തില്ല. കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാം. അവിടെ ഒടുക്കത്തെ കളറായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. അപ്പോൾ ഞാൻ നമുക്കിവിടെ ഇറങ്ങാം. ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ മേടിച്ചു, എന്തെങ്കിലുമൊക്കെ മേടിക്കും. പക്ഷെ ആരെങ്കിലും തരണം. അപ്പൊ ഈ ക്യാരറ്റ് ഡയറക്റ്റ് കടിച്ചിട്ടുള്ളതുണ്ടാ എന്നുവെച്ചാൽ കഴുകിയതൊക്കെ ആയിരിക്കും ഇവിടെ. ഒരു മുയലിനെ കൂടി ഫുൾ സാധനം. ഇത്ര ഈ സാധനമൊക്കെ വേണം. ഞാൻ ക്യാരറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷേ ദൈവമേ, ഈ ഇലയുടെ പൊക്കത്തുനിന്ന് വന്ന അഴുക്ക ഇതല്ല. എനിക്ക് ഓടിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു, പക്ഷേ ബാഗ് വെക്കാൻ വേറെ നിവൃത്തിയില്ല. മലകൾ കണ്ടില്ല എന്ന് പറയുന്നത് കേട്ടെ. ഞാൻ വരുന്ന വഴിയിൽ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് മലകൾ കാണിച്ചു തരാം. കാണാൻ വൈവൊക്കെയാ. ക്ലൗഡൊക്കെ കിടില. എനിക്കങ്ങനെ സീനറിക്കകത്ത് വലുതായിട്ട് പറയാൻ നല്ല കാര്യങ്ങളെല്ലാം കാണാൻ കൊള്ളാം. താഴത്തുനിന്ന് അവിടെ നദിയാ, വെള്ളം പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടത്. ആ ഭാഗത്ത് ഇങ്ങനെ വെള്ളം പോകും എന്ന് തോന്നുന്നു, കണ്ടിട്ട് വരണ്ട് കിടക്കുന്നു. ഈ വഴി പോകുന്ന വഴി എങ്ങാണ്ടാണ് ഒരു ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ് കേട്ടത്. അവിടെ പോയിട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ പലവട്ടം പറയുന്നത്, ഞാൻ എവിടെയും കറങ്ങാൻ പോകുന്നെങ്കിൽ 1 മാസം അവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടം. അല്ല ഒരു ദിവസം പോയി വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ളതല്ല. പക്ഷേ നമുക്ക് ഇത്ര പറ്റത്തുള്ളൂ. ഇവിടെ നോക്കണ്ട, വലിയ വീടുകളെ കാണുന്നുള്ളൂ, ചെറിയ വീടുകളിലും ഇല്ല. ഇതിങ്ങനെ അവിടെ ഒരു ചെറിയ വീട്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മലയുടെ ഇടയ്ക്ക് കുറച്ച് നിൽക്കുന്നേ നൈസായിരിക്കും. ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സീനറി ഒന്നും കാണിച്ചെന്ന് പറയരുത് കേട്ടാ. ഈ ഒരു കയറ്റം കണ്ടോ? ആ കയറ്റം വളച്ചിടം വരെ കൊണ്ടുവരണം ഞാൻ. ഇനി ഈ വഴി കൂടി അങ്ങോട്ട് പോകാം ഞാൻ താഴത്തോട്ട്. നമുക്ക് ആ ഒരു ഇൻസ്റ്റാ 360 ഉണ്ടായിരുന്ന നല്ലൊരു സീൻ, നല്ല വൈബായിട്ട് ബൈക്ക് കെട്ടി വെക്കാം, കാണാൻ നൈസായിരിക്കും. പിന്നെ 2 ഡ്രോണും. 2 ഡ്രോണിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒരു ഡ്രോൺ നോർമലും പിന്നെ മറ്റേ ഡ്രോൺ മറ്റേ POV ഡ്രോണില്ലേ, ഇങ്ങനെ എന്താണ് തേയിലയുടെ ഇടക്കൂടിയൊക്കെ കയറി പോകണം. ചോക്ലേറ്റ് ഫാക്ടറി പോകുന്ന വഴി ഞാൻ ഒരു സിപ്പ് ലൈൻ കണ്ട്. അപ്പോൾ സിപ്പ് ലൈൻ കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. ഇത് ചെവി അടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മല കുറച്ച് ഇറങ്ങി നമ്മൾ, അതിൻ്റെ ഇറക്കത്തിലെങ്ങാണ്ടാണിത്. ഇത് ഏറ്റവും ലോങ്ങസ്റ്റ് ആണെന്നൊക്കെ അവർ പറയുന്നത്. ഏത് സിപ്പ് ലൈനാണ്? മറ്റേ ആടി പോകുന്ന സിപ്പ് ലൈനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അങ്ങനെ വളഞ്ഞു കഴിഞ്ഞത് അവിടെ കൂടിയൊക്കെ വളഞ്ഞൊക്കെ പോകുന്നു. എവിടെ വരെയൊക്കെ പോകുന്നു? അവിടം വരെയൊക്കെ പോകും. കൊള്ളാം. അടുത്ത് ഇപ്പം ഞാനാണെന്ന് തോന്നുന്നു ക്യൂ നിന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ സ്പീഡുണ്ടോ ആവും. എനിക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇന്നലെ കുറേ ആൾക്കാർ താഴെ അവരുടെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വേറെ ആളാണ്. ഫോണെടുത്ത് കഴിച്ചിരിക്കാൻ നല്ല കാര്യം. മരത്തിലേക്ക് സൈഡിൽ പോകുന്ന മരത്തിന് പോക്കിരുത്തിയില്ലേ? താഴത്ത് മോനെ
കുറച്ച് പച്ചയ്ക്കാണ് ഓരോ മരത്തിൻ്റെ അടുത്തോട്ട് പോയെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട്. അവിടെ ചെറുപ്പത്തേക്ക് അങ്ങനെ ഒട്ട ആട്ടം സൈഡിലോട്ട് ഒരു ജെർക്കി മോഷൻ, കൈയൊരു ഭാഗത്ത് ഇരുന്നേനെ. അപ്പം ഇവരൊരു ഫുൾ പാക്കേജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സിപ്പ് ലൈൻ കൂടി ഉണ്ട്, അതും കൂടി ചെയ്യണം. ഇത് റോളർ കോസ്റ്റർ മാത്രമായിരുന്നു. ഇവിടുന്ന് വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ നിന്ന് ആരെങ്കിലും മോട്ടോർ തുറന്നതാണോ അല്ലെങ്കിൽ വെള്ളം വരുന്നതാണോന്നൊക്കെ എനിക്ക് ഡൗട്ട്. അടുത്ത നമ്മൾ സിപ്പ് ലൈനാണ്. ഡ്രോൺ ഫുട്ടേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് സിപ്പ് ലൈൻ കയറി പിടിക്കും. കുറച്ച് നീളമുണ്ട്. ഇത് ചാടുക, അവിടെ വരെ എത്തിയിട്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോകും. കൊള്ളാം. അതിപ്പോൾ ഓരോ മരത്തിൻ്റെ സൈഡിൽ കൂടി എപ്പോഴും പോകുന്നു, ശീലമായ ചേട്ടാ. ഓ വിളിച്ച്. ഇനി അവിടെ നിന്ന് പൊക്കത്തായിട്ട് വേറൊരു സിപ്പ് ലൈൻ ഉണ്ട്. അത് അവിടുന്ന് നമുക്ക് തിരിച്ച് പുറകിലോട്ട് പോകണം. ഇത് ചവിട്ടി കയറി അവിടെ പൊക്കത്തായിട്ടൊരു സിപ്പ് ലൈൻ ഉണ്ട്, അവിടം വരെ പോകണം. അതെന്ത് മൂർത്തി കയറി, അതൊന്ന് ആനയാണ്. തിരിച്ചങ്ങോട്ട് പോവാം. ഇവിടെ വെയിൽ കൂടി കേട്ടാ, തണുപ്പെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ വെയിലെത്തിയപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി തിരിച്ച് മറ്റേ റോളർ കോസ്റ്റർ ഞാൻ പറഞ്ഞു കറങ്ങി വന്നില്ലേ, അവിടെ തിരിച്ചു പോയി അവിടെ ബൈക്കിരിക്കുന്നു. ഈ സ്ഥാനത്തൂടെ കറങ്ങി ഞാൻ അവിടെ എത്തി വന്ന് നിന്നതാണ്. ഇനി റെയിൽവേ പാലത്ത് നമുക്ക് പൊക്കത്തോട്ട് പോകും. ബോയ്സ് എന്തായോ ട്രെയിൻ വരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ. ആ പച്ച കുതിരാണ് ഇരിക്കുന്നത് കണ്ട, അത് നല്ല സ്പീഡാണ്. ഓ എന്ത് സ്പീഡ് ചെയ്യുമ്പോൾ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ സ്പീഡാണെങ്കിൽ പൊക്കത്തോട്ട് എന്തായിരിക്കും. ഈ വരുന്ന സ്പീഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി സ്പീഡ് നടന്ന് പൊക്കത്തെത്തിയാണ് കേട്ടാ. ചെയ്യാറല്ലേ ബോയ്സ്, നമ്മൾ ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്. പൊക്കത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. റിവേഴ്സ് ആണെന്നേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ പുറയിലോട്ടാണ്. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി പോകാം. അവിടെ കാണുമായിരിക്കും, അത് കേട്ടവരെ എവിടെയെങ്കിലും ഒക്കെ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. വരുന്ന വഴി കണ്ട് അങ്ങോട്ട് വളച്ചിങ്ങോട്ട് വന്ന് ചെയ്ത് ഡ്രോൺ ഫുട്ടേജ് കിട്ടില്ലല്ലേ. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന മക്കോഫയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ, അല്ലേ അകത്ത് പോയി നോക്കുക. ചോക്ലേറ്റ് കുറേ ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ അറിയാവുന്നത് അപ്പം തന്നെ എടുത്ത് ചോക്ലേറ്റ് കഴിക്കുന്നു. എനിക്ക് റോസ്റ്റഡ് ആൽമണ്ട് बटर नटी लिखा है, ये रोस्टेड कैश्यू, ये रोस्टेड आलमंड, ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്. ഒട്ടും മധുരമില്ലെന്ന് പറയും. വീട്ടിലതേ കൊണ്ടുപോകാം. മധുരം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മധുരം ഉണ്ടല്ലോ. ഇവരുടെ പൊക്കത്തായിട്ടൊരു കോഫി ഷോപ്പ് ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കിയിട്ട്. ഇവർ തന്നെയാണ് ചോക്ലേറ്റ് ഈ ബെൽജിയം. ഇതൊന്ന് മേടിച്ച് അത് തണുത്ത പോലെ നമുക്ക് നോക്കായിരുന്നു, അതിനും കുഴപ്പമില്ല. അത്രയും കട്ടിയില്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളത്. വേറെ ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് 250 ഗ്രാം. ഞാൻ ഒടുക്കത്തെ പൈസ കത്തിക്കുന്നുണ്ട് കേട്ടാ. ഈ ഹോട്ട് ചോക്ലേറ്റ് കുഴപ്പമില്ല, അങ്ങനെ ഞാൻ അങ്ങനെ കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. 350 രൂപ. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഏകദേശം 4700 കണ്ട 1 കിലോ. ഞാൻ 1/4 കിലോ മേടിച്ചു. ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലാറി, ഒരു 3 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഫൈനലി ഞാൻ കുറച്ച് ഫുഡ് കഴിക്കുകയാണ്. 2 ചിക്കൻ. സത്യം പറയാൻ എനിക്ക് കുറവാണ്. കുബൂസ് എവിടെയാണെന്ന് അറിയില്ല, വലിയ കട ചെറിയതാണ്. ഞാൻ ആലപ്പുഴ എത്തി കേട്ടോ. ഏകദേശം 12 വെളുപ്പിന് ആയപ്പോൾ ആലപ്പുഴ എത്തി. ഇത് ഈ കട കണ്ട് മനസ്സിലായി കാണും. ഞാൻ സെയിം സ്ഥലത്ത് സെയിം ചിക്കൻ കഴിക്കാണ്ട് വന്നിരിക്കുക. വീട്ടിലാണെങ്കിൽ ആരും കാണത്തില്ല, അല്ല വീട്ടിലെ ആൾക്കാർ കാണും, എല്ലാവരും ഉറങ്ങി കിടക്കുമായിരിക്കും. അപ്പോൾ അവരെയൊക്കെ എഴുന്നേൽപ്പിച്ച് അച്ഛൻ്റെ വായിക്കുന്ന കേൾക്കുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ കഴിച്ചിട്ട് പോകുന്നത്. എന്തായാലും കേൾക്കും, അപ്പോൾ കഴിച്ചിട്ട് കേൾക്കാം. അതേ ഉള്ളൂ. ചിക്കൻ കഴിക്കാം. ചിക്കൻ എനിക്ക് ഇവിടുന്ന് നല്ല വേറെ പയ്യ 1-2 മരുന്ന് വഴി കഴിച്ചു തരാമെന്ന് ഇഷ്ടപ്പെട്ടില്ല. ബൾക്ക് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യേണ്ടി വരും നോക്കി. ഇപ്പം വീട്ടിലെത്തി മോനെ കണ്ണിനകത്ത് ഇങ്ങനെ ആരോ പൊടിയല്ലായിരുന്നു കല്ലെറിയുമായിരുന്നു തോന്നുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.